ഈ ഹണി ട്രാപ്പിൽ ഈ രണ്ട് യുവാക്കളെ ആലപ്പുഴ റാന്നി സ്വദേശികളായ ഈ രണ്ട് യുവാക്കളെ അതിക്രൂരമായി മർദ്ദിച്ച ജയേഷിന്റെയും ഭാര്യ രശ്മിയുടെയും ആദ്യ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് പേരുമാണ് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത അതിക്രൂരമായ പീഡനം ആ രണ്ട് യുവാക്കൾക്ക് നേരെയും നടത്തിയത്. ജയേഷിന്റെ ഭാര്യ രശ്മി, ഈ രണ്ടു പേരും ഇപ്പോൾ പോലീസിന്റെ പിടിയിലാണ്. നമുക്ക് കാണാൻ കഴിയും. മാതൃഭൂമി ന്യൂസാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ, ഈ രണ്ട് പ്രതികളുടെ ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിക്രൂരമായ പീഡനം, ജനനേന്ദ്രിയത്തിലടക്കം സ്റ്റാപ്ലർ അടിച്ചുകൊണ്ട് അതിക്രൂരമായ പീഡനമാണ് ഈ യുവാക്കൾക്ക് നേരെ നടത്തിയത്. പണം തട്ടാനുള്ള ശ്രമമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം അവിടെ ആഭിചാര ക്രിയകളടക്കം ആ വീട്ടിൽ നടക്കാറുണ്ടെന്ന് ഈ റാന്നി സ്വദേശിയായ യുവാവ് പറയുന്നതും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പണം തട്ടാൻ മാത്രമായിരുന്നോ അതോ മറ്റെന്തെങ്കിലും അവിടെ നടക്കുന്നുണ്ടോ? കാരണം ചോരയൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷം, വലിയ അഭിനിവേശം തോന്നുന്നു. ഈ നഖത്തിനടിയിലേക്കൊക്കെ മുട്ടുസൂചി കുത്തിക്കയറ്റി ചോര വരുമ്പോൾ സന്തോഷമായിരുന്നു അവരുടെ രണ്ടുപേരുടെയും മുഖത്തെന്നാണ് ഈ റാന്നി സ്വദേശി പറഞ്ഞത്. ഈ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ, ഈ പ്രതികളുടെ ആദ്യ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ കേരളം അവരുടെ പണം മാത്രമാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ പോലീസ് അവരെ പിടികൂടിയിട്ടുണ്ട്. ദമ്പതികൾ പിടിയിലായിട്ടുണ്ട്. ചരൽക്കുന്ന് സ്വദേശികളായ ജയേഷും രശ്മിയുമാണ് ഇതിൽ പിടിയിലായിട്ടുള്ളത്. അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ച് മർദ്ദിച്ച് കയ്യിലുള്ള പേഴ്സിൽ നിന്നുള്ള പണം തട്ടി, വാച്ച് എടുത്തു, അങ്ങനെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് അതിക്രൂരമായി പീഡിപ്പിച്ചതിന് ശേഷം വഴിയോരത്ത് തള്ളിക്കളയുകയായിരുന്നു ഈ റാന്നി സ്വദേശിയായ യുവാവിനെ. ഒരിടത്ത് തൊഴിൽ ചെയ്യുന്ന ആളെയാണ് തിരുവോണ ദിവസം സദ്യ നൽകാം, ഓണസദ്യ നൽകാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അതിക്രൂരമായി പീഡിപ്പിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർ സുഹൃത്തുക്കളാണ്. ഈ ഭാര്യയുടെ ഫോൺ വിളിച്ച് ഭാര്യ ഫോൺ എടുത്തില്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനത്തിൽ താൻ കൂടെയുണ്ടെങ്കിൽ തന്നെ വിളിക്കാറുണ്ട് ജയേഷ് എന്നാണ് ആ യുവാവ് പറഞ്ഞത്. അപ്പോൾ അത്രയും സുഹൃത്തുക്കളായിരുന്നു. ഒരു സുഹൃത്ത് വിളിച്ചാൽ നമ്മൾ സ്വാഭാവികമായും സദ്യ കഴിക്കാൻ പോകുമല്ലോ. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുകയാണ്. എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആർ അനന്തകൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, കേട്ട് കേൾവിയില്ലാത്ത സംഭവമാണ്. ഹണി ട്രാപ്പ് ആണോ എന്ന് ചോദിച്ചാൽ ഹണി ട്രാപ്പ് ഉണ്ട്. ആഭിചാര ക്രിയകൾ നടക്കുന്നുണ്ടോ എന്ന സംശയമുണ്ട്. എന്തിനാണ് ഇവർ ചെയ്തത് എന്ന കാര്യം ഇപ്പോഴും വ്യക്തമാകേണ്ടതുണ്ട്. എത്ര ക്രൂരമായ രീതിയിലാണ് ഈ രണ്ട് യുവാക്കളെ ഇവർ പീഡിപ്പിച്ചത്? അനന്തൻ, ഇതിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത് ഭാര്യയായ രശ്മിയാണ് എന്നും ഈ റാന്നി സ്വദേശി പറയുന്നുണ്ട്. രശ്മിയാണ് മൊബൈൽ ഫോണിൽ ഈ ക്രൂരമായ പീഡനത്തിന്റെ ചിത്രങ്ങളൊക്കെ, വീഡിയോ ദൃശ്യങ്ങളൊക്കെ പകർത്തിയതും രശ്മിയാണ്. ഏറ്റവും കൂടുതൽ ഈ മർദ്ദിക്കുന്നതൊക്കെ കണ്ട് ഒരു ഉന്മാദ രീതിയിലേക്ക് പോയതൊക്കെ രശ്മിയാണെന്ന് യുവാവ് പറയുന്നുണ്ട്. അനന്തൻ, എത്രത്തോളം ക്രൂരമായ പീഡനമാണ് ഈ രശ്മിയിൽ നിന്നും ജയേഷിൽ നിന്നും ഈ രണ്ട് യുവാക്കൾ നേരിട്ടത്? ആര്യ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കയ്യിൽ നിർണായകമായ തെളിവുകൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഈ രണ്ടുപേരും, ഈ പ്രതികൾ രണ്ടുപേരുടെയും ഏറ്റവും ക്രൂരമായ ഒരു പ്രവൃത്തിയാണ് ഈ യുവാക്കൾക്ക് നേരെ ഉണ്ടായത് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഈ രശ്മിയുടെ ഫോണിൽ നിന്ന് പോലീസിന് ഒരു ദൃശ്യം ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യമാണ് ഇതിലെ നിർണായകമായ തെളിവ്. നമ്മൾ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഒരുപക്ഷെ സാധാരണ മനസാക്ഷിയുള്ള, സാധാരണ മനോനിലയിലുള്ള ഒരാൾക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത അത്ര ക്രൂരമായ ദൃശ്യങ്ങളാണ് ആ ഫോണിലുള്ളത് എന്നാണ്. ഈ യുവാക്കളെ കെട്ടിത്തൂക്കിയിട്ട ശേഷം ജയേഷ് അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് രശ്മിയുടെ ഫോണിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അത് പോലീസുകാർ പറയുന്നത് ആ ദൃശ്യങ്ങൾ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. മാത്രമല്ല, ആരുടെയും കരളലിയിപ്പിക്കുന്ന ഉച്ചത്തിലുള്ള നിലവിളിയാണ് ഈ യുവാക്കളുടെ ഭാഗത്ത് നിന്ന് വേദന കൊണ്ടുണ്ടാകുന്നത്. അതിനൊപ്പം തന്നെ അവർ പറയുന്നൊരു കാര്യം, ഈ ജയേഷ് ഇരുമ്പ് വടി കൊണ്ടും ലിവർ കൊണ്ടുമാണ് ഈ യുവാക്കളെ മർദ്ദിച്ചത്. അതിൽ ഒരു യുവാവിൻ്റെ കെട്ടിയിട്ട് വാരിയലുകൾ അടിച്ച് രണ്ട് സൈഡിൽ നിന്നും അടിച്ച് തകർക്കുന്നുണ്ട്. അതിനുശേഷം മുട്ട് അടിച്ച് തകർക്കുന്നുണ്ട്, നടു അടിച്ച് തകർക്കുന്നുണ്ട്. അതായത് പിന്നിൽ നിന്നും ഈ ഇരുമ്പ് വടി കൊണ്ട് അടിക്കുന്നുണ്ട്. തലയൊഴിച്ച് ശരീരത്തിൻ്റെ ബാക്കി എല്ലാ സ്ഥലങ്ങളും ഒടിച്ചു എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നതെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അവർ അത്രയും ഗുരുതരമായ പരുക്ക് ഈ യുവാക്കൾക്ക് ഏറ്റിട്ടുമുണ്ട്. ഈ അടി കൊണ്ട് മൃതപ്രായമായ ശേഷം നിലത്തേക്ക് കിടത്തിയ ശേഷം മുട്ടിൽ കയറി നിന്നുകൊണ്ട് ലിവർ കൊണ്ട് മുട്ടിൽ അടിക്കുന്ന ദൃശ്യങ്ങളും ഈ ഫോണിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സാധാരണ മനുഷ്യന് പറ്റാത്ത രീതിയിലുള്ള ഒരു സൈക്കോ രീതിയിലുള്ള ഒരു നിന്നുകൊണ്ടാണ് ഈ ജയേഷ് എന്ന് പറയുന്ന ആൾ ഈ യുവാക്കളെ മർദ്ദിക്കുന്നത്. ഈ ജയേഷ് മർദ്ദിക്കുന്നത് രശ്മിയാണ് ഫോണിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്നും ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ
ഈ ക്രൂരമായ ദൃശ്യങ്ങളുടെ മുഴുവൻ തെളിവുകളും പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ആ ഫോൺ ലഭിച്ച ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ്. അതിനൊപ്പം തന്നെ പോലീസ് പറയുന്നൊരു കാര്യം, ഈ രശ്മിയെ ഉപയോഗിച്ചിട്ടാണ് യുവാക്കളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് എന്നുള്ളതാണ്. ഇനി നേരത്തെ യുവാക്കൾക്ക് ഇവരുമായി പരിചയമുണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഇനി പരിശോധിക്കേണ്ടതുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ സമീപകാലത്ത്, അല്ലെങ്കിൽ നമുക്ക് കേരളത്തിൽ അടുത്ത കാലത്തൊന്നും ഉണ്ടാകാത്തത്ര ക്രൂരമായ ഒരു കുറ്റകൃത്യമാണ്. ഈ യുവാക്കൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യം എന്ന് തന്നെയാണ് പോലീസുകാർ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ പറയുന്നത്. അറിയാം അല്ലതന്നെ ഈ രശ്മി ചിത്രീകരിച്ച വീഡിയോ ദൃശ്യങ്ങൾ കണ്ടിട്ട് പോലീസ് തന്നെ ഞെട്ടിപ്പോയി. കാരണം ആ രീതിയിലുള്ള അതിക്രൂരമായ പീഡനമാണ് ഈ രണ്ട് യുവാക്കൾ നേരിട്ടത്. ആ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്, ഓട്ടോറിക്ഷ ജീവനക്കാരാണ്, ഓടിക്കുന്ന ആളുകളാണ് ഈ തെരുവിൽ റോഡിൽ ഉപേക്ഷിച്ച നിലയിൽ ഈ യുവാവിനെ കണ്ടെത്തിയത്. കണ്ടിട്ട് അവർ പോലും ഞെട്ടിപ്പോയി. ആ രീതിയിലുള്ള പീഡനം. തീർച്ചയായും എന്തിനാണ് ഇത്ര ക്രൂരമായ രീതിയിൽ ഇവരെ പീഡിപ്പിച്ചത് എന്നുള്ള കാര്യം വ്യക്തമല്ല. എന്താണ് ഇവരുടെ വൈരാഗ്യം? ഒരു മാനസികമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംതൃപ്തിക്ക് വേണ്ടിയാണോ ഈ രീതിയിൽ ക്രൂരമായ ഒരു മർദ്ദനമുറ യുവാക്കൾക്ക് നേരെ എടുത്തത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമല്ല. ഏതായാലും പോലീസ് ഒരു കാര്യം പറയുന്നുണ്ട്, ഹീനമായ മനോനിലയുള്ള കുറ്റവാളികൾ തന്നെയാണ് ഈ രണ്ടുപേരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇവർ ഇതിനു മുൻപ് ഈ രീതിയിൽ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും സാധാരണ മനുഷ്യർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ യുവാക്കൾക്ക് മദ്യം നൽകിയതായിട്ടാണ് പോലീസ് സംശയിക്കുന്നത്. ഇവരെ സദ്യ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം മദ്യം നൽകിയിട്ടുണ്ട് എന്ന് പോലീസിന് സംശയമുണ്ട്. കാരണം ജയേഷ് മദ്യം ലഹരിയിലാണ് എന്ന് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അക്കാര്യത്തിലൊക്കെ ഇനി കൂടുതൽ ചോദ്യം ചെയ്യലൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടത്. ഏതായാലും അയാൾ ഒരു ലഹരിക്ക് വിധേയമായിട്ട് തന്നെയാണ് ഈ പ്രവൃത്തി ചെയ്യുന്നതെന്നാണ് ഈ ദൃശ്യങ്ങൾ കണ്ട പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും അതിക്രൂരമായ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ, അത് മാത്രമല്ല ഈ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് വെക്കുക എന്നൊക്കെ പറയുന്നത് അത് അവരുടെ മനോനില തന്നെ സൂചിപ്പിക്കുന്നതാണ് ഈ പ്രതികളുടെ. ഏതായാലും സമീപകാലത്തൊന്നും കേരളം കണ്ടിട്ടില്ലാത്ത അത്ര സൈക്കോകളായ രണ്ട് പ്രതികളെയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവരെയാണ് ഇപ്പോൾ ആറന്മുള പോലീസ് പിടികൂടിയിരിക്കുന്നത്. അതെ, ആറന്മുള പോലീസാണ് ഇവരെ പിടികൂടിയത്. ജയേഷിനെയും രശ്മിയെയും അത്രയും സൈക്കോ ക്രൂരന്മാരായ പ്രതികൾ എന്ന് പോലീസ് തന്നെ ആ ദൃശ്യങ്ങൾ കണ്ട് ഞെട്ടിത്തരിച്ചു പോയിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ, ഈ പ്രതികളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള കുറ്റബോധം അല്ലെങ്കിൽ ഞങ്ങൾ തെറ്റ് ചെയ്തു അങ്ങനെ എന്തെങ്കിലും ഒരു പശ്ചാത്താപം അവർക്ക് ഉള്ളതായി ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അവരുടെ മുഖത്തുള്ളതായി നമുക്ക് തോന്നുന്നില്ല. എന്തിനാണ് ഇത്രയും ക്രൂരമായി ഈ രണ്ട് യുവാക്കളെ തല്ലി ചതച്ചത്? അതിനും നമുക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല. പ്രത്യേക സംഘത്തെയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് അന്വേഷിക്കാൻ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.